ഇങ്ങനെ ലവ് ചിഹ്നത്തിലുള്ള ബലൂണുണ്ട്. ഇപ്പം ഇഷ്ടംപോലെ ഉണ്ട്. അതിനകത്ത് ഐ ലവ് യു എന്ന് പേന വെച്ചിട്ട് എഴുതിയിട്ട് ഒരു ബലൂൺ കൊണ്ടുതന്നു. 50 രൂപ കുറേ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചാൽ 300 നാടകം കളിച്ചല്ലോ, അപ്പം 350 കിട്ടി. ആ നിമിഷം തന്നെ നമ്മുടെ ഫേസ്ബുക്കിലോട്ട് വരിക, പറയാനുള്ളത് പറയുക. അതാണ് ആ സ്പോട്ടിൽ കിട്ടും പണി. അന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആ ഒരു ടൈം. എവിടെ ചെന്നാലും എല്ലാവരും വിചാരിക്കും ഈസി അല്ലേ എന്നാ വിചാരിക്കും. പക്ഷെ അല്ല, ഈസി അല്ല ഒട്ടും. ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. കൗമുദി ടിവിയിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഒരു സിറ്റ്കോം സീരിയലാണ് അളിയൻസ്. ഒരു വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങളും സംഭവ വികാസങ്ങളെയും ചിത്രീകരിക്കുന്ന രസകരമായി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരിയലാണ് അളിയൻസ്. നമുക്ക് പലപ്പോഴും നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ പല സംഭവങ്ങളെയും നമുക്ക് അതിലൂടെ ഓർത്തെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് അളിയൻസിൻ്റെ ഒരു യാത്ര തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളോടൊപ്പം ഇന്നുള്ളത് അളിയൻസ് എന്ന സീരിയലിലെ ബിന്ദു ശ്രീഹരിയാണ്. ബിന്ദു ശ്രീഹരി എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാൻ സാധ്യത വളരെ കുറവായിരിക്കും. അളിയൻസ് എന്ന സീരിയലിലെ അമ്മായി എന്ന കഥാപാത്രമാണ് നമ്മളോടൊപ്പം എന്നുള്ളത്. ബിന്ദു ചേച്ചി, സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. താങ്ക് യു. ബിന്ദു ശ്രീഹരി എന്നറിയപ്പെടുന്നതാണോ അതോ അമ്മായി എന്നറിയപ്പെടുന്നതാണോ കൂടുതൽ സന്തോഷം? അത് എന്താണ് പറയുക, നമ്മുടെ ഫീൽഡിൽ അമ്മായി എന്നറിയപ്പെടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് ചില ആളുകൾ ഓടി വന്ന് നമ്മളെ അമ്മായി എന്ന് വിളിക്കുന്നത് നമ്മൾ ആ ക്യാരക്ടർ ചെയ്യുന്നുണ്ടോ അത്ര ഗംഭീരമായിട്ട് ഞാൻ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കാണുന്നവരൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പം അമ്മായി എന്ന് വിളിച്ച് വരുന്നതാണ് എനിക്കിഷ്ടം. സാധാരണഗതിയിൽ നമ്മൾ സ്ത്രീകളുടെ പ്രായം ചോദിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ എന്നാലും പ്രായമുള്ളവരായിരുന്നാലും പ്രായം കുറഞ്ഞവരായിരുന്നാലും അമ്മായി എന്ന് വിളിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതുണ്ടാവാറുണ്ടല്ലോ. എല്ലാവരും അങ്ങനെ വിളിക്കാം. എല്ലാവരും, കുഞ്ഞുങ്ങളും ആൻറ്റി എന്നൊക്കെ വിളിയൊക്കെ മാറിയിട്ട് ഇപ്പോൾ അമ്മായി എന്ന്. ഇപ്പോൾ നമ്മൾ ഉത്സവത്തിനൊക്കെ ചെല്ലുക, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ചെല്ലുമ്പോൾ ദാ മോനെ, ദാ നോക്കടാ അമ്മായി നിൽക്കുന്നു, അങ്ങനെ പറയുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമല്ലേ. അത് ദൈവത്തോട് ഭയങ്കര എന്താണ് പറയുക, ഇത്രയും കാലം ഞാൻ കുറേ വർഷമായി ഇത്രയും കാലം ചെയ്തതിൽ എന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അമ്മായി എന്ന് പറഞ്ഞിട്ടാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ ജോണർ എന്ന് പറയുന്നത് ഒരു സിറ്റ്കോമാണ്, കോമഡി സീരിയലാണ്. പക്ഷെ അതിനകത്ത് ആ ജോണറിന് നേരെ വിപരീതമായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇച്ചിരി ഒരു കലിപ്പൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് മൂഡും കൂടെ എങ്ങനെ മാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു? അത് എന്താ പറയുക, അതങ്ങനെ അങ്ങ് വന്നു പോകുന്നു. അതിന് പ്രത്യേകിച്ച് അങ്ങനെ പറയല്ല. അത് അമ്മായി അങ്ങനെയാണ്. അമ്മായി അവിടെ കോമഡി ചെയ്യുന്നത്, ഇപ്പം മണിച്ചേട്ടൻ സീരിയസും ചെയ്യും, അതിനിടയ്ക്ക് കോമഡിയും വരും. എൻ്റെ ഭാഗത്തുനിന്ന് ഒട്ടും തന്നെ കോമഡി വരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ അതിനകത്ത് ഒരു സീരിയസ് ക്യാരക്ടർ, നമ്മുടെ അനീഷിനെ പോലെ. അനീഷും ചെയ്യുന്നുണ്ട് കോമഡി, എന്നാലും ഞാൻ കുറച്ചും കൂടി അമ്മായി എന്നുള്ള രീതിയിൽ അങ്ങനെ. പക്ഷെ എനിക്ക് എന്തോ തോന്നുന്നില്ല, എനിക്ക് ഞാനും ആ കോമഡിയിലെ ഒരു അംഗമായി. എല്ലാ വീട്ടിലും കാണുന്നത് അമ്മായി തോന്നുന്നുണ്ടോ? അല്ല, ഉണ്ട്. ഞാൻ എൻ്റെ സ്വഭാവത്തിൽ മിക്കവാറും ഒരു 90% ഒരു അമ്മായിയുടെ അതേ കറക്റ്റ് അതൊക്കെ തന്നെയാണ്. സ്വതസിദ്ധമായിട്ടുള്ള എല്ലാ അതെ 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 അതെ. ഈ അളിയൻസ് എന്ന് പറഞ്ഞ ഒരു സീരിയൽ ലൈഫിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പം കുറേയൊക്കെ മുമ്പേ ആയിരുന്നപ്പം അമ്മ, അല്ലെങ്കിൽ ഒരു ദുഷ്ടയായിട്ടൊരു അമ്മായി അമ്മ, അല്ലെങ്കിൽ ഒരു നാത്തൂൻ, ആ രീതിയിലായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇപ്പം അമ്മായി ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴും ഇതാണ് കറക്റ്റ്. നമുക്ക് ഒരു ആർട്ടിസ്റ്റ്, ഞാൻ വിചാരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം സിറ്റ്കോം ചെയ്ത് കഴിഞ്ഞാലേ ആവുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം മറ്റേതൊക്കെ നമ്മൾ പ്രോമിറ്റ്, അത് മോശമാണെന്നല്ല കേട്ടോ, നമ്മളത് ചെയ്യുന്ന ആളാണ്. അതെ അതെ. അതെന്ന് വെച്ചാൽ നമ്മളൊന്നും പഠിക്കുന്നില്ല, നമ്മൾ പഠിക്കല്ല, നമ്മളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നു, സംഭവം കേൾക്കുന്നു, അവിടെ ചെന്ന് നിൽക്കുന്നു, കേൾക്കുന്നു, പറയുന്നു എന്നുള്ളത് അത് മോശമല്ല. അത് അതുപോലെ ഇത്. പക്ഷേ എഴുതി വെക്കലൊന്നും അല്ലല്ലോ നമ്മളവിടെ കറക്റ്റ്. പക്ഷെ അത് കറക്റ്റ് ആകുന്നുണ്ട്. ചെല്ലേണ്ടടുത്ത് കൊള്ളേണ്ടടുത്ത് കൃത്യമായി കൊള്ളുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഒരാൾ സിറ്റ്കോം ചെയ്യണം, എന്നാലേ ആ വെറൈറ്റി എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാവും. എല്ലാവരും വിചാരിക്കും ഈസി അല്ലേ എന്നാ വിചാരിക്കുന്നത്. പക്ഷെ അല്ല, ഈസി അല്ല ഒട്ടും. പക്ഷെ ഏറ്റവും കൂടുതൽ നല്ലത് അതാണെന്ന് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ മറ്റേത് മോശമെന്നല്ല. അല്ല, ചിലർ വിചാരിക്കും ഓ അവരിനിപ്പോൾ അതേ ചെയ്യണം, അങ്ങനെയല്ല, നല്ലതാണ്, അതാണ് ശരിയെന്ന് തോന്നി. ഈ സിറ്റ്കോമുകൾ പലപ്പോഴും ഒരു കുടുംബമായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു കഥാപാത്രത്തെ എടുത്ത് മാറ്റിയാൽ പോലും ഭയങ്കര പാടാണ്. അപ്പം ഈ ഫാമിലി, നിങ്ങൾ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഒരു കോർത്തിണക്കം അത് എങ്ങനെയാണ്? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ ലൊക്കേഷൻ വരുന്നത്. മറ്റ് ലൊക്കേഷനുകളിൽ എന്ന് വെച്ചാൽ ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ ചോദിക്കുന്നവരോടൊക്കെ പറയാറുണ്ട്, മറ്റ് സെറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഒരാളിവിടെ ഇരിക്കും,
ഒരാൾ 1 കിലോമീറ്റർ ദൂരെ ഇരിക്കും. അങ്ങനെയാണ് അവർ തമ്മിൽ അഭിനയിക്കുമ്പോൾ മാത്രമാണ് ഒരു ഇതുള്ളൂ. നമ്മുടെ അവിടെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ 5 പേരുണ്ടെങ്കിൽ 5 പേര് ഒരു കട്ടിലെ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, ഒരുമിച്ചിരുന്ന് കഥകൾ ചർച്ച ചെയ്യുക. നമ്മൾ ഏതിനും വഴക്കിനായാലും എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചാണ് നമ്മുടെ ആർട്ടിസ്റ്റുകൾ. സത്യം പറഞ്ഞാൽ അളിയൻസിൻ്റെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. നമ്മളെ ഒരു കുടുംബത്ത് പോലും ഇത്രയും സ്നേഹമില്ല. സത്യമാണ്. അതെനിക്ക് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ അവിടെ നിന്ന് മൺചേട്ടനോടൊക്കെ പറയുമായിരുന്നു, ഓരോരുത്തർ പോവാണ്, ഇന്ന് പാക്കപ്പ് ആണല്ലോ, ഓരോരുത്തർ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി പോയി, സൗമ്യ പോയി, അനീഷ് ഇന്ന് വന്നില്ല, അപ്പോൾ ഇനിയിപ്പം എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത നമ്മുടെ ഡേറ്റ് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എല്ലാവരും കൂടെ കൂടും. ഒരു 10-15 ദിവസം ഇങ്ങനെ നിൽക്കും. പിന്നെ ഓരോരുത്തർ പോകുമ്പോൾ വിഷമമാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം ആ ഡേറ്റ് വരുന്നവരെ നമ്മൾ കാത്തിരിക്കണമല്ലോ. ഈ പാക്കപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരുമായിട്ടൊന്നും ഉണ്ട് എല്ലാം. നമുക്ക് നമ്മുടെ ലേഡീസ് മാത്രമായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ അളിയൻസിന് മൊത്തത്തിലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇതിലൂടെ ഇങ്ങനെ അല്ല, അത് ഞങ്ങൾക്ക് മാത്രമേ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. പണിയൊക്കെ എപ്പോഴും നമ്മൾ കൊടുത്തോണ്ടേയിരിക്കും. നമുക്ക് എപ്പോഴും പണി കൊടുത്തോണ്ടിരിക്കുക. പുതിയൊരു കണ്ടുപിടുത്തമാണ് ഞങ്ങൾ ഇനി മുതൽ പഞ്ചസാര കഴിക്കില്ല എന്നുള്ളത്. പക്ഷെ നടക്കൂല. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നിട്ട് നമ്മൾ പറയും കേട്ടോ, നമ്മളങ്ങനെ ഒളിച്ചു നോക്കലൊന്നുമില്ല, നമ്മൾ ഇന്ന് കഴിച്ചു പോയി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ സന്തോഷമാണ് എപ്പോഴും. ഒരിക്കലും ഒരു സങ്കടം ഞങ്ങൾക്കിടയിൽ ഇല്ല. അളിയൻസിനകത്ത് അമ്മായി എന്ന കഥാപാത്രമായി മാറി. അപ്പം ഇതിനകത്ത് സ്വതസിദ്ധമായ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ആ ഒരു കഥാപാത്രത്തെ ജീവിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം വേറൊരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വലിയ പാടുണ്ടോ? അങ്ങനെ പാടൊന്നുമില്ല. അത് ഓരോരുത്തരും അങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഞാനത് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കതൊന്നും അത്ര വലിയൊരു എൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഞാനിപ്പം വേറൊരു സീരിയൽ ഒരു ക്യാരക്ടർ കഴിഞ്ഞിട്ട് അളിയൻസിൽ വരുമ്പോൾ എനിക്കറിയാം അമ്മായി എന്താണ് എന്നുള്ളത് എനിക്കറിയാമല്ലോ. പിന്നെ പിന്നെ ഞാൻ അവിടുത്തെ കഥാപാത്രത്തെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പണ്ടൊക്കെ ജഗതി ചേട്ടനൊക്കെ ഒരു ദിവസം എത്ര ഫിലിം ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് സമയമൊന്നുമില്ല. അവർ ഇവിടുന്ന് കഴിഞ്ഞ് രാത്രി അവിടെ ചെന്ന് അത് വേറൊന്ന് ചെയ്ത് അത് നമുക്ക് അല്ലാതെ ഇങ്ങ് വരും. നമ്മുടെ അമ്മായി എന്താണ്, അല്ലെങ്കിൽ ഞാനിപ്പം വേറൊരു ചാനലിൻ്റെ കാര്യം, അതിലൊരു സീരിയലൊരു വില്ലെത്തി, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അമ്മായി ആവാൻ പറ്റത്തില്ല. അത് ഓട്ടോമാറ്റിക്കലി വരും, കലാകാരർക്ക് അങ്ങനെ വരുന്നതാണ്. ഒരു കഥാപാത്രം ഏൽപ്പിച്ചു ഡയറക്ടർ രാജേട്ടൻ, ഒരു കഥാപാത്രം ഏൽപ്പിച്ചു. അപ്പം ആ കഥാപാത്രത്തിൻ്റെ ഏണും കോണും അതിൻ്റെ അതിർത്തികളെല്ലാം നമ്മൾ ചെയ്യുകയാണ്, ഇങ്ങനെ രൂപപ്പെടുത്തി എടുക്കുകയാണ്. അപ്പോൾ നാളെ ഒരു സമയത്ത് റീപ്ലേസ് ചെയ്യാൻ ഒരാൾ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ അവർക്ക് എളുപ്പമായിരിക്കും. അത് ബിന്ദു ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത് തന്ത്രപരമായിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാകാനാണ് സാധ്യത. അത് ഞാൻ വേറൊരാൾക്ക് പകരം ചെന്നാലും അങ്ങനെ ആയിരിക്കും. നമുക്കത് അതേ രീതിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ വേറൊരാൾ വരുമ്പോൾ അയാൾക്ക് അയാളുടേതായ ഒരു രീതി ഉണ്ടല്ലോ, അതെ ആ രീതി ചിലപ്പോൾ പോകെ അവരും അതേ രീതിയിൽ വരും, അല്ലെങ്കിൽ കാഴ്ചക്കാർ അവരുടെ രീതിയിലേക്ക് വരും. അതാണ് ഓട്ടോമാറ്റിക് സംഭവിക്കുക. ഇവരൊരിക്കലും നമ്മുടെ ഒരാൾക്കല്ലേ ഒരു പ്രാവശ്യമായി ഒരാൾക്കേ അത് ശരിയായിട്ട് വരത്തുള്ളൂ. അടുത്താണ് അയാളുടെ രീതിയിലേക്കാണ് പോകുന്നത്. അത് അങ്ങനെ ജനങ്ങളെങ്ങനെ മനസ്സിലിട്ട് ഒരു 10 പ്രാവശ്യം 10 എപ്പിസോഡ് കണ്ടു കഴിയുമ്പം അവർ അതുമായിട്ട് ഇത് അമ്മായി ഓക്കെ ആ രീതിയിൽ അങ്ങ് പോവും, അത്രേ ഉള്ളൂ. ഈ അഭിനയത്തിന്റെ ഒരു ആദ്യ പാഠം നാടകത്തിൽ നിന്നാണ്. അതെ ഏകദേശം 30 വർഷം ആയി അഭിനയം തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യത്തെ നാടകത്തെ പറ്റി ഓർമ്മയുണ്ടോ? ആദ്യത്തെ നാടകം എൻ്റെ ഒരു ബന്ധു ചെയ്തതാണ്. അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ അതിൽ കുഞ്ഞു കഥാപാത്രമാണ്, 2-3 സീനിൽ വന്നു പോകാൻ. അത് സിനിമാ മോഹവുമായി നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയായിട്ടാണ് ചെയ്തത്. അത് അന്ന് എനിക്ക് 15 വയസ്സേ ഉള്ളൂ, അത്രേ ഉള്ളൊരു കുട്ടിയാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ അത്രയൊക്കെ ഓർമ്മയുള്ളൂ. അത് അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ ചെന്നൈക്ക് പോകുന്നതായിട്ട് കാണിച്ചു, പിന്നെ മരിച്ചു പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്ന ഒരു ആ ഒരു നാടകം തന്നെ ഒരു 100-300 സ്റ്റേജ് കളിച്ചു കാണും. അന്ന് നാടകം എന്ന് പറയുന്നത് വലിയൊരു, അന്ന് ഇത്രയും അധികം ഒന്നും ഇല്ല, എന്താ പറയുക, സീരിയലുകളൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് നാടകങ്ങൾ ഭയങ്കര പ്രാധാന്യം. എന്നൊരു 100-300 സ്റ്റേജ് ഞാൻ കളിച്ചിട്ടുണ്ട്. അല്ലല്ല, പിന്നീട് ഞാൻ പി കെ വേണുകുട്ടൻ നായർ സാറിൻ്റെ കൂടെ പോയിട്ടാണ്. അന്ന് ആ നാടകത്തിന് പോയെങ്കിലും അതൊന്നും നമുക്ക് അറിയില്ലല്ലോ, അധികം ഒന്നും ചെയ്യാനില്ല. പി കെ വേണുകുട്ടി സാറിൻ്റെ അടുത്ത് ചെന്നിട്ടാണ് എന്താണ് നാടകം, എങ്ങനെയൊക്കെ ചെയ്യാം, എങ്ങോട്ടൊക്കെ നോക്കാം, എവിടെയൊക്കെ നിൽക്കാം എന്നുള്ള രീതി, പിന്നെ ഡയലോഗ് പഠിക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. വേണ്ട, അവിടെ ഒരു 3 വർഷം ചെയ്തു. ലാസ്റ്റ് ചെയ്ത നാടകം ഇപ്പോഴും ഓർമ്മയുണ്ട്, ശകുന്തള എന്ന നാടകത്തിൽ ശകുന്തളയായിട്ട് ചെയ്തു. ഭയങ്കര കുറേ പേരൊക്കെ എന്താ പറയുക, അന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആ ഒരു ടൈം. എവിടെ ചെന്നാലും ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അന്ന് നാടകക്കാരാണെന്ന് ചെറുപ്പക്കാരൊക്കെ നാടകം കാണുന്ന കാലമല്ല. ഇപ്പം ആരും അതിനെ, അത് നല്ലൊരു കലയാണ്, അത് പോയി.
അവിടുന്ന് പിന്നെ അടുത്തൊരു യാത്ര അടുത്തെന്ന് വെച്ചാൽ പിന്നെ സിനിമയോട്ടായി നേരെ സിനിമയിലേക്ക് പോയത്. എല്ലാവരും നാടകത്തിൽ നിന്ന് മിനി സ്ക്രീനിൽ പോയിട്ടാണ് പിന്നെ മെഗാ സ്ക്രീനിലേക്ക് പോകുന്നത്. പിന്നെ സിനിമയിലേക്കാണ് പോയത്. ആദ്യം ചെയ്യുന്നത് ഇതായിരുന്നു കൊട്ടാരം വീട്ടിലെ അപ്പക്കൂട്ട്. അത് വരുന്നത് നമ്മുടെ നാട്ടിലാണ്, കൊട്ടാരക്കര. അവിടെയായിരുന്നു. അവിടെ പോയിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മാന്നാർ മത്തായി സ്പീക്കിങ്ങിനകത്ത് ശകുന്തളയെ തിരക്കി ശകുന്തള നാടകം കളിച്ച് അവിടെ നേരെ സിനിമയിലേക്ക് പോയി. ശകുന്തളയെ കിട്ടാനില്ല. അത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ മാമുക്കോയ് ചേട്ടൻ്റെ സഹോദരിയായിട്ടൊരു ക്യാരക്ടർ ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് നമ്മുടെ മഞ്ജു വാര്യറിൻ്റെ അവസാനത്തെ സിനിമ കണ്ണെഴുതി പൊട്ടുന്നുണ്ട്. അതിൽ കുറേ ആർട്ടിസ്റ്റുകളുള്ളവരുടെ കൂട്ടത്തിൽ അവിടെ ചെന്നു. 7 ദിവസം എന്തോ ആയിരുന്നു വർക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് സിന്ധു ജേക്കബിനെ അവിടെ വെച്ചാൽ പരിചയപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിലെ എന്താ പറയുക, ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് സിന്ധുവാണ്. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും ചെന്നെത്താൻ പറ്റുന്ന അന്നത്തെ കാലത്ത്, ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് വേഗത്തിൽ നമുക്ക് ഫീൽഡിലേക്ക് എത്താൻ പറ്റും. അവൾ എൻ്റെ ഒരു ഫോട്ടോ, അവൾക്ക് എന്നെ ഇഷ്ടമായി. അവൾ എൻ്റെ ഒരു ഫോട്ടോ മധുമോഹൻ അന്ന് മാനസി നടക്കുന്ന സമയം. അപ്പോൾ വർഷങ്ങളിങ്ങനെ കൂട്ടുമ്പോൾ അറിയാമല്ലോ, അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പം സാറാണ് ആദ്യമായിട്ട് മലയാളത്തിലൊരു മെഗാ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുക. അന്ന് വരെ നമുക്ക് 13 എപ്പിസോഡുകൾ അല്ലെങ്കിൽ മാനസി കഴിഞ്ഞിട്ടൊരു മെഗാ സീരിയൽ എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് സ്നേഹസീമ. അപ്പം ഈ നാടകങ്ങൾ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് അഭിനേതാക്കളുണ്ട്. അപ്പം എത്ര എളുപ്പമായിരുന്നു അല്ലെങ്കിൽ എത്ര പാടായിരുന്നു സീരിയലിലോട്ട് കയറാൻ? സീരിയലിലോട്ട് വരാൻ എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു ഇതായിരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എളുപ്പ വഴിയെന്ന് വെച്ചാൽ നാടകം ചെയ്യുന്നത് കൊണ്ട് കൊട്ടാരക്കര ഭാഗത്ത് ഷൂട്ട് വരുമ്പോൾ ഒരു ക്യാരക്ടർ വരുമ്പോൾ എല്ലാവരും അന്വേഷിക്കും ആരാണ് ഒന്ന്. അപ്പം നമ്മുടെ ഏരിയയിൽ ഇപ്പോൾ അറിയാൻ ഞാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വന്നു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൺട്രോളർ വന്നിട്ടാണ് ഇത് ചെയ്ത് കണ്ണെഴുതി പൊട്ടുന്നത്. അപ്പോൾ അതിലേക്ക് ഒത്തിരി ആർട്ടിസ്റ്റുകൾ അന്ന് സത്യം പറയാം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് പോകുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അന്നത്തെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്തോ ആർട്ടിസ്റ്റ് അത്ര തന്നെ. അവിടെ ചെല്ലുമ്പോൾ സിന്ധുവിനെ പരിചയപ്പെട്ടു. ഒരാഴ്ചക്കകം വിളി വന്നു, ചെന്നൈക്ക് പോയി. അവിടെയായിരുന്നു ഷൂട്ട് മൊത്തം. അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് പോക്കൊക്കെ വളരെ എളുപ്പമായിരുന്നു. അത് ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ അത് കഴിഞ്ഞു. അവിടെയായിരുന്നു 5 വർഷം. ഈ 30 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവല്ല. അതായത് ഏകദേശം ഒരു 2-2.5 തലമുറ ഇതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്. അതായത് ടെക്നോളജി ഇല്ലാത്തൊരു കാലഘട്ടം, ടെക്നോളജി വളർന്നു വരുന്നൊരു കാലഘട്ടം, ഇപ്പം ടെക്നോളജി അതിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്നൊരു കാലഘട്ടം. അപ്പം അതിനെങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് വലുതായിട്ട്? മാറ്റം ഒരുപാട് മാറ്റമില്ല. ഞാൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ക്യാമറയാണ്. അതായത് നമ്മൾ വലിയ ക്യാമറ എന്ന് പറയുമ്പം പണ്ടത്തെ ക്യാമറ, അത് എത്ര ആൾക്കാർക്ക് അറിയാമെന്നറിയാം. അതിൽ നമ്മൾ കാസറ്റാണ്. ഞാൻ ഡബ്ബിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ കാസറ്റ്. ഇപ്പോഴൊക്കെ വളരെ ചെറിയ ഇതല്ല അത്. പിന്നെ ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലായാലും എത്ര മാറ്റം വന്നതെന്നറിയാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റം. നമ്മളൊക്കെ ഫസ്റ്റ് ഞാൻ പോയി പകുതി കഴിഞ്ഞു, വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് ഒന്നിനെക്കുറിച്ച് ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒക്കെ മാറിപ്പോയില്ലേ. എത്ര മാറ്റം വന്നതെന്നറിയോ. മുമ്പ് ഈ പഴയ കാലത്തും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഡിഫറൻസ് നോക്കുമ്പം ഇപ്പം ആളുകൾ യൂട്യൂബിൽ കാണുന്നു, നമ്മൾ പറഞ്ഞു ലക്ഷങ്ങൾ ഇങ്ങനെ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രതികരണങ്ങൾ നേരിട്ടാണ്. അതെ. അപ്പോൾ അതെങ്ങനെ നേരിട്ടെന്ന് മാത്രമല്ല അപ്പം തന്നെയാണ്. പണ്ടൊക്കെ നമ്മൾ സീരിയൽ TV-യിലല്ലേ കാണാം. TV-യിൽ കണ്ട പിന്നെ ഇതിൽ അഭിനയിക്കുന്നവരെ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ വെച്ചാൽ കാണുന്നത്. ഇതങ്ങനെയല്ലോ. ആ നിമിഷം തന്നെ നമ്മുടെ ഫേസ്ബുക്കിലോട്ട് വരിക, പറയാനുള്ളത് പറയുക. അതാണ് ആ സ്പോട്ടിൽ കിട്ടും പണി. എന്ത് മിസ്റ്റേക്ക് വന്നാലും സമയം ഉൾപ്പെടെയാണ്. എൻ്റെ സീനൊക്കെ മണിച്ചേട്ടനും ഞാനിവിടെ സൈക്കിളിൽ വരുന്ന ആ എപ്പിസോഡിൽ ഒരൊറ്റ ഷോട്ടേ ഉള്ളൂ. അത് വെച്ച് അതിൻ്റെ സമയം വരെ കുറിച്ച് വെച്ചിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും ഒരു എപ്പിസോഡ് കഴിഞ്ഞു പോയില്ലേ, അതിൻ്റെ ബാക്കിയൊന്നും ഇനി ആരും ശ്രദ്ധിക്കത്തില്ല, വെറുതെ കൃത്യം പിന്നെ 1 മാസത്തേക്ക് ഇതിൻ്റെ ബാക്കിയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ അത്രമാത്രം സൂക്ഷ്മതയോടെ കാണുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇന്നത്തെ ജനങ്ങളൊക്കെ കുട്ടികളായാലും വിരൽത്തുമ്പിലല്ലേ കാര്യങ്ങൾ. ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല തരത്തിലുള്ള അഭിപ്രായം വരുമല്ലോ, കൺഫ്യൂസ്ഡ് ആവും. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തു. അപ്പം അഭിപ്രായം ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത് ഇപ്രാവശ്യം ഒന്ന് മാറ്റിയേക്കാം, അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പിന്നെ മിക്കപ്പോഴും ചിലപ്പോഴാണെങ്കിലേ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ എന്താ പറയുക പ്രോമിറ്റിംഗ് കേട്ട് വന്നൊരാളായതുകൊണ്ട് എനിക്ക് ഓർത്ത് വെച്ചിട്ട് പറഞ്ഞ് പകുതിയാകുമ്പോൾ പിന്നെ കാണത്തില്ല. ഫസ്റ്റൊക്കെ അങ്ങനെയായിരുന്നു, പോകും അങ്ങ്. എവിടേക്കാണ് എന്തൊക്കെയാണ് പറയുന്നതൊന്നും അറിയത്തില്ല. ആൾ വന്നു കഴിഞ്ഞിട്ടും വരും എന്ന് വരെ പറഞ്ഞ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ നിൽക്കുമ്പം ആദ്യം ഫസ്റ്റ് എന്നെ കാണിക്കുന്ന കുറേ സമയം എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി ഇടയ്ക്ക് വെച്ചിട്ട് ആ പെൺപിള്ളയുടെ മോൻ കൊള്ളത്തില്ല, ആ പെൺപിള്ള അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോഴേക്കും എനിക്കൊരു വിഷമം വരും. ഞാൻ എന്നിട്ട് അത് വീണ്ടും എടുത്ത് വെച്ച് കാണും. കണ്ടിട്ട് അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത്
അത് ശ്രദ്ധിച്ച് വെക്കും. ശ്രദ്ധിച്ച് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്. അതിപ്പോഴും ഉണ്ട്, പക്ഷെ അത് എപ്പോഴും ആക്കുന്ന പരിപാടി നമ്മൾ നിർത്തി. അതും വലിയ ഗുണമാട്ടോ. ആൾക്കാരിങ്ങനെ എന്താണ് അമ്മായി ഇങ്ങനെ മുഖം കാണിച്ചു വെച്ചിരിക്കുന്നത് വല്ലാതെ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കത് മാറ്റാൻ പറ്റില്ലേ. മറ്റേത് അന്ന് ആ ഒരു സാഹചര്യമല്ലേ. സീരിയൽ കണ്ടു, അവർ പോയി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണും, എന്തെങ്കിലും 2 വാക്ക് തീർന്നു. ഈ അലയൻസ് ഒരു കുടുംബമാണ്, ആളുകളുടെ മനസ്സിലൊരു കുടുംബമാണ്. അപ്പം അവിടെ അമ്മായിയായിട്ട് തന്നെയാണോ വെച്ചിരിക്കുന്നത് എല്ലാവരും? വീട്ടിലും അമ്മായി തന്നെയാണ് മിക്കവാറും. എല്ലാവരും അമ്മായി എന്നാണ് വിളിക്കുന്നത്. രാജേഷ് സാറായാലും മഞ്ജു ആയാലും റിയാസിക്കായാലും എല്ലാവരും എന്നെ അമ്മായി എന്നാണ് വിളിക്കുന്നത്. മണിച്ചേട്ടൻ ഒഴിച്ചു കേട്ടോ, മണിച്ചേട്ടൻ റെഡി ബോഡി എന്നൊക്കെ വിളിക്കുള്ളൂ, അമ്മായി എന്നൊന്നും വിളിക്കില്ല എല്ലാവരും. അതായത് എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോഴും എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ്, ഞാൻ മഞ്ജുവിനും സൗമ്യയെ പേരുമാണ് വിളിക്കുന്നത്. ഈ 2 പേരുമായിട്ടുള്ള സീൻ വരുമ്പോൾ ഈ ലില്ലിന്നും തങ്കോന്നുള്ള പേര് ഞാനങ്ങ് മറന്നു പോകും. അപ്പം നമ്മൾ മഞ്ജു എന്ന് വിളിക്കും. അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മായിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും തെറ്റത്തില്ല. അതെല്ലാം മുത്തേന്ന് വിളിച്ച് ശീലിച്ചത് കൊണ്ട് അവളെ മാറത്തില്ല. എനിക്ക് എപ്പോഴും മാറുന്നുണ്ട്, തങ്കവും ലില്ലിയും വരികയില്ല പേരും. അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കഥാപാത്രങ്ങളുടെ പേര് വിളിച്ചിട്ട് അങ്ങനെ. അപ്പം നമ്മൾ എപ്പോഴും അതൊരു അലയൻസ് തന്നെ. അപ്പം ഈ കഥാപാത്രം എത്രത്തോളം വീട്ടിൽ ഇതിന്റെ റിവേഴ്സ് എഫക്റ്റ് ഉണ്ട്? ഇപ്പം മോന്റെ അടുത്താണെങ്കിലും അമ്മയുടെ അടുത്താണെങ്കിലും. മോന്റെ അടുത്തും ഞാൻ അമ്മായിയുടെ കണക്ക് തന്നെയാ, കുറച്ച് ദേഷ്യമൊക്കെയാണ്. അവൻ ചിലപ്പോഴേക്കും എന്നോട് പറയും, അമ്മ അവിടുത്തെ പരിപാടി ഇവിടെ കാണിക്കുന്നത് പറയും. പിന്നെ അമ്മയോട് ഞാൻ സോഫ്റ്റാണ്. പിന്നെ അനിയനോടും കുഞ്ഞുങ്ങളോടൊന്നും കാണിക്കാറില്ല. മോനോട് കാണിക്കാറുണ്ട്. അവൻ ഇങ്ങനെ പറയുകയും ചെയ്യും, അമ്മയുടെ വിചാരം അമ്മ ഇപ്പോഴും അളിയൻസ് വീട്ടിലാണെന്നാ എന്താ പറയും. അത് നമ്മൾ ഇങ്ങനെ കുറച്ച് ഇതാക്കി നിർത്തണമല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണിക്കാറുണ്ട്. അല്ലാതെ അതെ തീർച്ചയായിട്ടും. പിന്നെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഞാൻ ഭയങ്കര പാവമാണ്. അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണ് എൻ്റെ വിചാരം. അവരിനി എന്തോ പറയുന്നത്. നാടകത്തിൽ അഭിനയിച്ചു, ഇപ്പം സീരിയലിൽ അഭിനയിക്കുന്നു. ആദ്യമായി കിട്ടിയ സാലറി എത്രയായിരുന്നു ഓർമ്മ? ആദ്യത്തെ സാലറി പിന്നെ 50 രൂപ. പിന്നെ 50 രൂപ കുറേ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചാൽ 300 നാടകം കളിച്ചല്ലോ, അപ്പം 350 രൂപ കിട്ടി. ഇപ്പം അത് വേണോ? അളിയൻസ് ഒരു കുടുംബമാണ്. നിങ്ങൾ പരസ്പരം സമ്മാനങ്ങളൊക്കെ കൈമാറാം? സമ്മാനങ്ങൾ പോകുമ്പോൾ ഞാൻ മഞ്ജുവിന് ഞാൻ അത് കൊടുക്കണം, അപ്പം മഞ്ജു അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുള്ള സമ്മാനങ്ങളല്ല, ഞങ്ങൾ തിന്നുന്ന സാധനങ്ങൾ മാത്രമേ സമ്മാനം കൊടുക്കാറുള്ളൂ. നമ്മൾ തിന്നുന്ന സാധനങ്ങൾ മാത്രമേ സമ്മാനം കൊടുക്കാറുള്ളൂ. പിന്നെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ, അതും അത്ര ഒരു ഞാൻ പറയുന്നല്ലേ, ഞാൻ എന്താണ് മഞ്ജുവിന് കൊടുക്കുക അതാണ് നമ്മൾ ചിന്തയും. ഞാൻ എന്തായിരിക്കും സൗമ്യക്ക് കൊടുക്കുക, അങ്ങനെ ആലോചിക്കുമ്പോൾ ഒന്നുമില്ലല്ലോ. ഈ 30 വർഷത്തിനിടയിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? വലിയ ഗിഫ്റ്റ് എന്നുള്ളതല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ സ്നേഹസീമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് കോഴിക്കോട് ഷൂട്ട് കഴിഞ്ഞാൽ നമുക്ക് പരശുറാം വണ്ടിയിലാണ് നമ്മൾ വരുന്നത്, നമ്മൾ കൊല്ലത്തേക്ക്. അപ്പം വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കൊല്ലം എത്തും. അപ്പം നമ്മൾ രാവിലെ കയറുമല്ലോ. ഒരു ദിവസം ഞാൻ രാവിലെ കയറുന്ന സമയത്ത് സ്റ്റോപ്പ് ഓർമ്മയില്ല, അവിടെ നിന്നിട്ട് കുറേ പിള്ളേർ, അന്ന് ലേഡീസിൽ കയറണം അങ്ങനെ ഒന്നും ഇല്ലല്ലോ, നമ്മളെ 4 പേര് നോക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ കയറുമ്പോൾ കുറേ പയ്യന്മാർ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ സ്ഥിരം ഈ വണ്ടിയിലുള്ളവരാ. എനിക്കൊരു ദിവസം അന്നാണ് ഞാൻ ആദ്യം അങ്ങനെയുള്ള ബലൂൺ കാണുന്നത്. ഇങ്ങനെ ലവ് ചിഹ്നത്തിലുള്ള ബലൂണുണ്ട്, ഇപ്പം ഇഷ്ടംപോലെ ഉണ്ട്. അതിനകത്ത് ഐ ലവ് യു എന്ന് പേന വെച്ചിട്ട് എഴുതിയിട്ട് ഒരു ബലൂൺ കൊണ്ടുതന്നു കേട്ടോ. എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന ഗിഫ്റ്റ് അതാ. അന്നൊരു 19-20 വയസ്സ്, 18-19 സത്യം. അയ്യോ, അമ്മയുണ്ട് കൂടെ, ഞാൻ വാങ്ങി. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ഇപ്പോഴും ഞാൻ ഓർത്ത്, എത്ര വർഷം മുന്നേ ആണെന്ന് ആലോചിച്ചു, ഇപ്പോഴും ഞാൻ ഓർത്ത് വെക്കുന്ന ഒരു ഏറ്റവും ഭംഗിയുള്ള, നമുക്ക് എപ്പോഴും സന്തോഷവും സങ്കടവും തരുന്ന ഈ പ്രായത്തിൽ. അല്ല, അന്ന് നമുക്കതൊക്കെ കിട്ടുമ്പോഴേ നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ കാര്യങ്ങൾ. പിന്നെ അന്നത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ എല്ലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും ഒക്കെ നമ്മളെ കണ്ടിട്ട് ഇന്നാളല്ലേ എന്ന് പറയുന്നത് ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നുണ്ട്. അന്ന് അതൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. വീട്ടിലേക്ക് വരുമ്പം സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ശ്രീഹരി, അതെ, ബിന്ദു ശ്രീഹരി, മകന്റെ പേരാണ് പേരിനോടൊപ്പം ചേർത്തത്. അതെ 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 അതെ, അത് ഭയങ്കര കൗതുകമായിട്ടുള്ള കാര്യമാണ്. അയ്യോ, അത് ഭയങ്കര സംഭവമാണ്. അത് അവന് എൻ്റെ പേര് അവൻ്റെ പേരിനൊപ്പം ചേർക്കാനാണ് അവനിഷ്ടം. അപ്പോൾ ഒരു ദിവസം എന്നെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് വരണം സ്കൂളിൽ നിന്ന്. അവൻ ഗണേഷ് കുമാർ സാറിൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത്, വാളകത്ത്.
10ലായി ഇപ്പോൾ പുള്ളി. അന്ന് അവൻ 5ാം സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ ഡയറി ഫുള്ള്, സ്കൂൾ ഡയറി ഫുള്ള് ശ്രീഹരി ബിന്ദുഅമ്മ എന്ന് എഴുതി വെച്ചിരിക്കുക ഫുള്ള്. അവൻ്റെ പരീക്ഷാ പേപ്പറിൽ വരെ അവൻ അങ്ങനെ എഴുതും. അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ടീച്ചർ, അത് അവൻ അങ്ങനെ ആഗ്രഹം അതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ പോട്ടെ, പക്ഷേ സർട്ടിഫിക്കറ്റിലൊന്നും എഴുതാൻ സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വീണ്ടും നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ബിന്ദു, ഫസ്റ്റ് എൻ്റെ പേര് ബിന്ദു പനവേലി എന്നായിരുന്നു, എൻ്റെ സ്ഥലപ്പേര് പനവേലിയാണ്. അപ്പോൾ അത് മാറ്റി. അപ്പോൾ അവൻ പറയാ, എന്തിനാണ് ഈ പനവേലി വെക്കുന്നത്, അമ്മയ്ക്ക് ഇത്രയും മനോഹരമായ ഒരു പേരുള്ളപ്പോൾ അമ്മ വെച്ചാൽ മതിയുണ്ട്. അവൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഹരി എന്നുള്ള അവൻ്റെ സന്തോഷം, അവന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പം അവൻ്റെ സന്തോഷത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചതാ. ഇപ്പം ആ പേരിൽ അവനും സന്തോഷം. പിന്നെ മകന്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്. ഇപ്പം അമ്മയും മകനാണ് ഇപ്പം അവിടെ ഉള്ളത്. കൊട്ടാരക്കരയിൽ നിന്നാണ് ഷൂട്ടിലോട്ട് വരുന്നത്. ഇവിടുന്ന് പാക്കപ്പ് കഴിയുമ്പോഴേക്കും തിരിച്ച് കൊട്ടാരക്കരയിലേക്ക് പോകും. അതെ, ലേറ്റ് ആയിട്ടല്ലെങ്കിൽ പോകും. അപ്പം ആദ്യം കൊട്ടാരക്കര ആയിരുന്നു, ഇപ്പം ആറ്റുകാലായിരുന്നു, പിന്നെ ഇപ്പം 3 വീടുണ്ടോ? 3 വീടുണ്ട്. 3 വീടായി. നമ്മൾ ഷൂട്ടുള്ളപ്പോഴേക്കേ ഇവിടെ ഉള്ളൂ. നമ്മൾ അവിടേക്ക് പോകും. നമ്മളെ കൊട്ടാരക്കര യാത്ര നമുക്കൊരു 1.5 മണിക്കൂർ യാത്രയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. നമ്മൾ പോകും, അവിടെയാണ് നമ്മുടെ എല്ലാം. അതെ, ഇവിടുന്ന് ഷൂട്ട് പാക്കപ്പ് വിളിച്ചു കഴിഞ്ഞാൽ നേരെ വിടും. നമുക്ക് പിന്നെ നമ്മൾ പനവേലി നമുക്ക് സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇറങ്ങിയാൽ നടന്നു പോകുന്ന അത്ര ദൂരത്താണ് നമ്മുടെ വീട്. അപ്പോൾ അവിടെയാണ് നമ്മൾ വേണം അവിടെ. അളിയൻസിൽ ഇപ്പം കയറിയിട്ട് എത്ര വർഷമായി? 3 വർഷം കഴിഞ്ഞു. 3 വർഷമായി. സമയം പോയത് അറിയുന്നേ ഇല്ല. സമയം പോവണ്ട, എൻ്റെ ജീവിതം അളിയൻസ് ആണ്. സമയം പോവണ്ട. അതെ, എത്ര പെട്ടെന്നാണെന്ന് അറിയാമോ? എത്ര ഈ സീരിയലിന് യാത്ര, നാടകം, സിനിമ, സീരിയൽ, ഇനി അടുത്തൊരു കാൽവെപ്പ് എങ്ങോട്ടാണ്? അടുത്ത കാൽവെപ്പ് ഒരു സിനിമ. അത് എൻ്റെ ഫ്രണ്ട്സാണ് ചെയ്യുന്നത്. ഷാൻ ബഷീറാണ് ചെയ്യുന്നത്. അത് റൈറ്റിംഗ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പ്രദീപ് ശിവശങ്കർ. ഒരു ചിൽഡ്രൻസ് ഫിലിമാണ്. ബെന്യാമിൻ്റെ പരിണാമം എന്നാണ് സിനിമയുടെ പേര്. പട്ടവട വെച്ചിട്ടാണ് ഷൂട്ട്. അതെ, അവിടെ വെച്ചിട്ട് ഷൂട്ട്. അത് പ്രധാനമായിട്ട് എനിക്ക് പറയണം എല്ലാവരോടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അത് ഒരു 10 ദിവസം അത്രയേ ഉള്ളൂ അത്. അപ്പം അത് കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുമ്പോൾ ഏറ്റവും നമുക്ക് നല്ലൊരു കഥാപാത്രവും കൂടി ആയിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് പറയാനൊരു അവസരമായി ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ചേച്ചി 30 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. മധുമോഹൻ സാറ് വെച്ച സ്ക്രീനിൽ തുടങ്ങിയതാണ്. അപ്പം ചേച്ചിയുടെ ഈ ഒരു യാത്ര വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ ഈ സമയത്ത് ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന ഒരു പ്രായമാണ്. അപ്പം ചേച്ചിയെ പോലെ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രിവിലേജ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ചേച്ചിയെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ആളോട് ചേച്ചിയുടെ വിശേഷങ്ങൾ വളരെ കാഷ്വലായി, ഒട്ടും ഫോർമൽ അല്ലാതെ സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷ്യസ് മൊമെൻ്റാണ്. അപ്പം നമ്മുടെ ഓഡിയൻസിനോട് എന്താണ്? ഓഡിയൻസിനോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ, സ്നേഹവും. എന്ന് വെച്ചാൽ അവരില്ലെങ്കിൽ നമ്മളാരുമില്ല. നമ്മളെ കാണാൻ അവരെത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടാണ്. അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത്രയധികം ഒന്നും അളിയൻസിൽ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് അവരോട് തീരാത്ത കടപ്പാടാണുള്ളത്. സത്യം, നന്ദിക്കപ്പുറം എനിക്ക് അവരോട് കടപ്പാടാണുള്ളത്. ഇനിയും അത് തുടർന്നും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേ ഒരു കട്ടയ്ക്ക് ഇങ്ങനെ അങ്ങ് പോട്ടെ. എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. നന്ദി. ഇന്ന് നമ്മളോടുണ്ടായിരുന്നത് ബിന്ദു ശ്രീഹരിയാണ്. അളിയൻസിലെ ഒരു പ്രധാന കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന ബിന്ദു ശ്രീഹരിയായിരുന്നു. നമ്മുടെ ഈ ഷോയിൽ ഇനിയും മറ്റൊരു വിശിഷ്ട അതിഥിയുമായി നമ്മൾ വീണ്ടും ഉറപ്പായും കണ്ടുമുട്ടും. അതുവരേക്കും ബൈ.